ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാക്കി തരാൻ പോകുന്നത് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മുളപ്പിച്ച ചെറുപയറും ചീരേൻ്റെ ഉപ്പേരിയാണ്. അപ്പോൾ ഇതിനായിട്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ എടുക്കേണ്ടത് ചീരേൻ്റെ ഇലയാണ് വേണ്ടത്. അപ്പോൾ ചീരേൻ്റെ ഇല എടുത്തതിന് ശേഷം നന്നായിട്ട് 2-3 തവണയെങ്കിലും കഴുകിയെടുക്കുക. നല്ല ക്ലീനായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നന്നായിട്ട് ഇതിനെ അരിഞ്ഞെടുക്കുക. ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ ഒരു 2 ദിവസമെങ്കിലും എടുത്തിട്ടാണ് ഈ ഒരു ചെറുപയർ മുളപ്പിച്ചെടുത്തത്. അത് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ആസ് യു ഓൾ നോ ദാറ്റ് ഈ മുളപ്പിച്ച ചെറുപയർ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഒരു ആഴ്ചയിൽ ഒരു 3 തവണ ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത് കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. നെക്സ്റ്റ്, കുറച്ച് പിഞ്ച് ഓഫ് സോൾട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഉപ്പ് ചേർക്കാം. അത് നിങ്ങളുടെ ഒരു അളവിനനുസരിച്ച് ചേർക്കുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് പറയുന്നത് കുറച്ച് ടർമറിക് ചേർക്കുക എന്നുള്ളതാണ്. പിന്നെ കുറച്ച് മുളക് പൊടി എന്നുവെച്ചാൽ ഓവറായിട്ട് ഇടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു ചില്ലി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യും. അപ്പോൾ മുളക് പൊടി കുറച്ച് ആഡ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ചേർത്തിരിക്കുന്ന പെപ്പറാണ്. പെപ്പർ ചേർത്ത് കൊടുക്കുക, കുറച്ച് മാത്രം. പിന്നെ ചില്ലി ആഡ് ചെയ്യുക. 1 ചില്ലി, ഒരു ചില്ലിയെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നുള്ളൂ. കാരണം ഓൾറെഡി നമ്മൾ ചില്ലി പൗഡർ ആഡ് ചെയ്തത് കൊണ്ട് ഒരുപാട് മുളകിൻ്റെ ആവശ്യമില്ല, 1 മതി. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, മിക്സ് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം ചീഞ്ചട്ടി നമ്മൾ അടുപ്പത്ത് വെക്കുക. ചൂടായതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ നമ്മൾ എന്ത് വേണം, കടുക് പൊട്ടിക്കുക. ടീസ്പൂണാണ് ഞാൻ ഇട്ടത്. എന്നിട്ട് അതിൻ്റെ മേളിൽ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക. കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വേണ്ടി ഒന്ന് അടച്ച് വെക്കുക. ഓക്കെ, ഇവിടെ അടച്ച് വെക്കുന്നത് കാണിച്ചില്ല, സോറി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് വെന്തുണ്ടാവും. ആ ടൈമിൽ നിങ്ങൾക്ക് തേങ്ങ ചെരുകിയത് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചെരുകിയത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ്. ഇപ്പോൾ പ്രോട്ടീൻ ഒന്നുകൂടെ കൂടി. മുളപ്പിച്ച ചെറുപയർ നമുക്ക് ഓൾറെഡി അറിയുന്നത് ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആണ്. അതിൻ്റെ കൂടെ കോഴിമുട്ടയും കൂടെ ചേർത്തപ്പോൾ ഹൈ പ്രോട്ടീനായി. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ഇതോടെ ഉപ്പേരി റെഡിയായി. എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.